ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഐ എം അഗെയിൻ ബാക്ക് വിത്ത് ആൻ ഓൺ വേഴ്സ് വീഡിയോ. സോ ഇന്നത്തെ ടോപ്പിക് ഇസ് അബൌട്ട് ഓവർ തിങ്കിങ്. ദ വെരി കോമൺ, എല്ലാവർക്കും അറിയാവുന്നുള്ള, എല്ലാവരും എന്ന് പറയുന്നില്ല, കുറച്ചൊക്കെ ഒരു 100 എടുക്കുകയാണെങ്കിൽ അതിലൊരു 50% ഓഫ് ഓവർ തിങ്കിങ് പീപ്പിൾ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനും ഒരു ഓവർ തിങ്കറാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇനി ഓവർ തിങ്കിങ്ങിനെ പറ്റി തന്നെ സംസാരിക്കാൻ വന്നത്. ഓവർ തിങ്കിങ് ഇസ് ലൈക്ക് ഒരു ഭയങ്കര, സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ ചിരിച്ചിട്ട് സംസാരിക്കുന്നെങ്കിലും പലപ്പോഴും ഐ എം ടെല്ലിങ് ഫ്രം മൈ എക്സ്പീരിയൻസ് ആസ് യൂഷ്വൽ, ഞാൻ എൻ്റെ മനസ്സ് ഞാൻ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുള്ള ഒരിതാണ് ഈ ഓവർ തിങ്കിങ്ങിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം. കാരണം ഞാൻ ചിന്തിക്കുന്നത് അടുത്തായിരിക്കില്ല എൻ്റെ മനസ്സ് അവിടെ നിൽക്കുന്നത്, എൻ്റെ മനസ്സ് പറയുന്ന കാര്യം ആയിരിക്കില്ല ഞാൻ ചിന്തിക്കുന്നത്. ദാറ്റ്സ് വാട്ട് ഹാപ്പനിങ്. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് ടു ആൻ ഓവർ തിങ്കർ. സോ ഓവർ തിങ്കിങ് എങ്ങനെ മാറ്റുമെന്നോ എങ്ങനെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുമോ എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ബിക്കോസ് ഞാൻ ഇതുവരെ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടില്ല. സോ ദിസ് വീഡിയോ ഇസ് ഫോർ ദ പീപ്പിൾ. നിങ്ങൾ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് എ സൊല്യൂഷൻ സോ ദാറ്റ് ഐ ക്യാൻ ഓൾസോ ഗെറ്റ് റിഡ് ഓഫ് ദിസ് തിങ് ആൻഡ് ഇത് കാണുന്നവർക്കും. സോ ഓവർ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ കാര്യത്തിലാണ് ഞാൻ ഓവർ തിങ്കിങ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, സോ ഐ വാസ് വെരി ഹാപ്പി ഇൻ മൈ സ്കൂൾ ലൈഫ് ബിക്കോസ് വേറെ ഒന്നും നമുക്ക് തിങ്ക് ചെയ്യാനില്ല ആ ടൈമിൽ. The only thing that we have to do is to study. That's it. പക്ഷേ once when we reach the 11th and 12th, നമ്മുടെ ഏറ്റവും വലിയ പിയർ പ്രഷർ പോയിൻ്റാണത്. പ്രഷർ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയമാണ്. സോ എൻ്റെ കാര്യത്തിൽ അപ്പോൾ തൊട്ടാണ് there was a small change in my character. അതായത് ഞാൻ എൻ്റെ വേ ഓഫ് തിങ്കിങ്ങും എൻ്റെ എല്ലാം മാറി തുടങ്ങിയത് അപ്പോഴാണ് ഐ റിയലൈസ് ദാറ്റ് ഐ ആം ആൻ ഓവർ തിങ്കർ. ബിക്കോസ് ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റൻസ് പറയുവാണെങ്കിൽ, വെരി സിമ്പിൾ ഇൻസ്റ്റൻസ് ഞാൻ പറയുവാണെങ്കിൽ, ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. ഓക്കെ, സോ സഡൻലി ഞാനിപ്പോൾ ഒരു ഫോണിലാണ് ആ മൂവി കാണണമെങ്കിൽ ഞാൻ സഡൻലി അത് സ്റ്റോപ്പ് ചെയ്യും, ഒരു പോയിന്റിൽ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ ആലോചിക്കും, എന്തിനാണ് ആ ആക്ടർ അങ്ങനെ പറഞ്ഞത്, എന്തിനായിരിക്കും എന്നാൽ അയാളെ കൊന്നത്, എന്തായിരിക്കും അവർ too many questions. ശരിക്കും അങ്ങനെയാണ് എൻ്റെ സിറ്റുവേഷൻ മാത്രമല്ല, ഒരു ഓവർ തിങ്കറായിട്ടുള്ള എല്ലാവരുടെയും സിറ്റുവേഷൻ ഇത് തന്നെയായിരിക്കും. വേറൊരു കാര്യം, എന്തെങ്കിലും ഒരു ചെറിയ തലവേദനയോ ഒരു പനിയോ വന്നാൽ, ജസ്റ്റ് സിമ്പിൾ റീസൺ, എനിക്ക് തലവേദന വന്നു, എനിക്ക് മൈഗ്രെയിൻ ഉണ്ട്. പക്ഷേ എനിക്ക് ഫസ്റ്റ് ടൈം തലവേദന വന്നപ്പോൾ ഞാൻ ചിന്തിക്കാത്തതായിട്ടുള്ള ഒരു അസുഖങ്ങളും ഇല്ല. ഐ ഡോണ്ട് നോ ഹൗ മെനി ടൈംസ് ഐ വെൻറ്റ് ടു സീ ദ ന്യൂറോളജിസ്റ്റ്. ഓക്കെ, ദ ഡോക്ടർ ഇറ്റ്സെൽഫ് ലൈക്ക്, ആ പുള്ളിക്കാരന് വരെ ഭയങ്കര ചിരിയായിരുന്നു എൻ്റെ കാര്യം കേട്ടിട്ട്. ബിക്കോസ് ഐ വാസ് ജസ്റ്റ് ഓവർ തിങ്കിങ് തിങ്സ്. ഇത് ഞാനിപ്പോൾ പറയുമ്പോഴും എൻ്റെ ഓവർ തിങ്കിങ്ങിന് ഒരു 1% പോലും കുറവില്ല ഗൈസ്. അത് ഓണസ്റ്റായിട്ട് ഞാൻ തുറന്നു പറയുകയാണ്. ഐ ഡോണ്ട് നോ ഹൗ ടു കൺട്രോൾ ദിസ് തിങ്കിങ് പ്രോസസ് ആൻഡ് ഓൾ. ബിക്കോസ് എനിക്ക് അറിയില്ല. ഐ റിയലി വാണ്ട് ഇറ്റ്. ബിക്കോസ് ഇത് ഭയങ്കര ഒരു ബാഡായിട്ടുള്ളൊരു സംഭവമാണ്. ബിക്കോസ് എന്ത് പറഞ്ഞാൽ ഉടനെ എന്നെ വേറെയൊക്കെ ചിന്തിച്ച് അങ്ങ് മല വരെ അങ്ങ് എത്തും. അമ്മാതിരി ഒരു അസുഖമാണ് ഈ ഓവർ തിങ്കിങ്. ഐ നോ ആൻഡ് ഐ ഹോപ്പ് ലൈക്ക് ടു മെനി പീപ്പിൾ ആർ സഫറിങ് ഫ്രം ദിസ്. ബട്ട് ഐ ട്രൈ ടു ഞാനിപ്പോൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യണത്. വെൻ ഐ സ്റ്റാർട്ട് ടു ഓവർ തിങ്ക്, ഐ ട്രൈ ടു കാം മൈസെൽഫ്. അതായത് ഇറ്റ്സ് നോട്ട് ഗുഡ് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നതാണ്. സോ ഐ ട്രൈ ടു ഗെറ്റ് എൻഗേജ്ഡ് ഇൻ ടു തിങ്സ്. നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ഒരു ടൈം പോലും നമുക്ക് ഓവർ തിങ്ക് ചെയ്യാൻ പോലും ടൈം കിട്ടത്തില്ല. പിന്നെയാണ് ഓവർ തിങ്കിങ്. സോ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. എൻ്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ പാഷൻ എന്ന് പറയുന്നത് ഡാൻസാണ്. സോ ഞാൻ എപ്പോഴും ഡാൻസിലേക്കാവാൻ ശ്രമിക്കും, വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാനോ. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു മെത്തേഡ്. അത് കംപ്ലീറ്റായിട്ട് ഒരു സൊല്യൂഷനാണെന്ന് ഞാൻ പറയുന്നില്ല, ബിക്കോസ് എനിക്കിപ്പോഴും സ്റ്റിൽ ഐ എം സഫറിങ് ഫ്രം ഓവർ തിങ്കിങ് ഓൺലി. സോ ബട്ട് സ്റ്റിൽ ടു എ പോയിൻറ്റ് ഇറ്റ് ക്യാൻ ഹെൽപ്പ് യു എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ചില സമയത്തിരുന്ന് പാടും.
കരോക്കെ പ്ലേ ചെയ്ത് ഐ യൂസ് ടു സിങ്, അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് എടുക്കുക, കണ്ടൻറ് ക്രിയേഷൻ ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ഐ യൂസ് ടു ഡു ദിസ് തിങ്സ് ടു ഗെറ്റ് റിഡ് ഓഫ് മൈ തോട്ട്സ്. പക്ഷേ എന്നാലും അറ്റ് എ പോയിൻറ്റ് ചിലപ്പോൾ ഒരു സെക്കൻഡ് ഇങ്ങനെ ഓക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്, എന്നാലും എന്തായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കും. So this is the main problem for the overthinking people. And ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന പാസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ. ഇറ്റ് ക്യാൻ ബി എനി ട്രസ്റ്റ് ഇഷ്യൂസ് ഓർ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ട്രോമയോ ഫ്രണ്ട്സിൻ്റെ എന്നുള്ള എന്തെങ്കിലും ട്രോമയ്ക്കോ, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് എന്തോ ആയിക്കോട്ടെ. ഇതൊക്കെ ഒരു ചെറിയ ഒരു പോയിന്റിൽ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന മുറിവുകളില്ലേ, നമുക്ക് നമ്മുടെ ബാക്കി ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടാവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് ടേക്സ് ടൈം ടു ഹീൽ. പക്ഷേ എന്നാലും അത് ഹീലാവും. പക്ഷെ നമ്മുടെ മനസ്സിന് ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ്സ് സോ ഡിഫിക്കൾട്ട്. അത് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അവിടെ തന്നെ ഒരു സ്കാറായിട്ട് എപ്പോഴും കിടക്കും. ആ സ്കാർ കാരണം ക്രിയേറ്റ് ആവുന്ന കുറേ ആയിട്ടുള്ള മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളിൽ ഒന്നാണ് ഈ ഓവർ ഇതിങ്ങനെ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് ഭയങ്കര ബാഡായിട്ടുള്ള സംഭവമാണ്. ഇതുള്ളവരെയൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, അങ്ങനെയാണ് ഓവർ തിങ്കിങ് ചെയ്യുന്ന പീപ്പിൾ. നമ്മൾ പലപ്പോഴും മേ ബി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നോ, അല്ലെങ്കിൽ ഈവൻ ഇഫ് യു ആർ ഇൻ എ റിലേഷൻഷിപ്പ് ഓർ ഇഫ് യു ഹാവ് എ ഹസ്ബൻഡ് ഓർ ഇഫ് യു ഹാവ് എ വൈഫ്, എനി വൺ, നമ്മളെപ്പോഴും ചിലപ്പോൾ അവരുടെ നിന്ന് കുറ്റപ്പെടുത്തൽ കേൾക്കാറുണ്ട്. നീ എന്തിനാ ഞാൻ ഇത് പറയുമ്പോൾ നീ എന്തിനാ അങ്ങനെ പറയുന്നേ, നീ എന്തിനാ ഇങ്ങനെ പറയുന്നേ, എന്തിനാ വളച്ചൊടിച്ച് പറയുന്നേ. ഇതൊന്നും നമ്മളായിട്ട് ഈ ഓവർ തിങ്ക് ചെയ്യുന്ന പീപ്പിൾ ആക്ച്വലി ഇത് നമ്മൾ ഇൻറ്റൻഷനലി പറയുന്നൊരു കാര്യമല്ല. നമ്മുടെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൺട്രോൾ അല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ചിന്തിച്ചായിരിക്കും ഇതങ്ങ് പറയുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് കമ്മിങ് ഔട്ട് ഓഫ് ലൈക്ക് വാട്ട് യു കോൾ, ഇത് മനഃപൂർവ്വം ഇങ്ങനെ പറയണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാവണം എന്ന് വിചാരിച്ച് പറയുന്നതല്ല. ഏറ്റവും സെൻസിറ്റീവും ഏറ്റവും ഭയങ്കരമായിട്ട് പ്യുവറായിട്ടുള്ളവരായിരിക്കും ഈ കൂടുതലും ഓവർ തിങ്ക് ഒക്കെ ചെയ്യുന്നത് പല കാര്യങ്ങളും. പിന്നെ ഭയങ്കര പെർഫെക്ഷനിസ്റ്റായിട്ടിരിക്കണം, പെർഫെക്ഷനായിട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓവർ തിങ്കേഴ്സ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വാട്ട് ഐ വാസ് സ്പീക്കിംഗ്. ഓവർ തിങ്കിങ് ഒരു അസുഖമൊന്നുമല്ല, നമ്മുടെ ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കിട്ടിയ ഒരു കാര്യം. അത് മാറ്റാനായിട്ട് കുറേ ടൈം എടുക്കും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ആരോടെങ്കിലും സംസാരിച്ചാൽ ചിലപ്പോൾ നമ്മുടെ ആ ഓവർ തിങ്കിങ് അങ്ങ് പോവും. നമുക്ക് ആരെങ്കിലും സപ്പോർട്ടിനുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ശരിയാവും. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ ആക്ടിവിറ്റീസിൽ എൻഗേജ് ആയിരുന്നാൽ അത് ശരിയാവും. എന്നാലും ചില പോയിന്റിൽ നമ്മൾ തിങ്ക് ചെയ്യും. പക്ഷെ എന്നാലും ജസ്റ്റ് ട്രൈ ടു സേ to yourself that you are okay, you are fine, you are doing well. നമ്മളെ തന്നെ ഡൗട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഞാനിപ്പം എൻ്റെ ഇപ്പോഴത്തെ കറണ്ട് പോയിന്റിൽ ഐ ഡൗട്ട് മൈ സെൽഫ് ബിക്കോസ് ഐ എം കറൻ്റ്ലി ഡൂയിങ് മൈ മാസ്റ്റേഴ്സ്. സോ എവിടെ എത്തും, ജോലി, കാര്യങ്ങൾ, ഇനി അങ്ങോട്ടുള്ള ലൈഫ്, ഇതെല്ലാം ഒരു പ്രഷറായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഐ യൂസ് ടു ഓവർ തിങ്ക് ലോട്ട്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നൊരു ടൈമാണിത്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ സോറി ഒരു ഇൻട്രപ്ഷൻ വന്നു. സോ വാട്ട് ഐ വാസ് ട്രൈങ് ടു സേ വാസ് ലൈക്ക് ഞാനും ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു പീക്ക് ടൈമാണ് ഇപ്പോൾ. ഞാൻ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് നാൾ എനിക്കൊരു ചേഞ്ച് വേണമെന്ന് വെച്ചിട്ട് ഞാൻ ദുബായിൽ എനിക്കിപ്പോൾ ലീവ് ആയതുകൊണ്ട് നാട്ടിൽ വന്നതും അമ്മയുടെ അച്ഛൻ്റെ കൂടെയൊക്കെ നിൽക്കുന്നതും ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ചായി ഡാൻസിലേക്ക് വീണ്ടും ക്ലാസ്സസിനൊക്കെ പോയി എൻഗേജ്ഡ് ആവുന്നത്. ദാറ്റ്സ് ഹൗ ഐ ട്രൈ ടു ബി കാം. ഒരു ഓവർ തിങ്കർ ആയിട്ടുള്ളൊരു പേഴ്സൺ അതേ ചെയ്യാൻ പറ്റുള്ളൂ. ഓവർ തിങ്കിങ് ഉള്ളൊരാളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളും അങ്ങനെ തന്നെ ആയിരിക്കണം. ബിക്കോസ് അവരുടെ നമ്മൾ ചിന്തിക്കുന്നത് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളാരും മനസ്സിലാക്കുന്നില്ല എന്നുകൂടി നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. സോ ഗൈസ്, ഇറ്റ്സ് ഓക്കെ ഫോർ എവ്രിബഡി. ഓവർ തിങ്ക് ചെയ്യണതും ചില സമയത്ത് നല്ലതാണ്. സോ ഇറ്റ്സ് ഫൈൻ. So that's what I want to say in this video today. So everybody keep smiling, keep spreading happiness, try to make others also happy. So this is just a part of our life. So ഇത് നമുക്ക് കൂളായിട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിന് സൊല്യൂഷനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് in the comment section so that I can also do that. So that's it. Bye. Thank you for watching this video. Until next time, this is Amrita Ravikumar signing off. Bye.